തീർച്ചയായും രാജ്യത്ത് കനത്ത മൗനം നിലനിൽക്കുന്നുണ്ട്. ആ മൗനം നിലനിൽക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്, ഇത് സാധാരണമായി തീരുകയാണ്. ഏത് കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഒരു പള്ളിയുടെ അടുത്തേക്ക് ഒരു ബുൾഡോസറുമായിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ഏജൻസി വരുന്നു, സംഘപരിവാർ വരുന്നു, അത് തകർക്കുന്നു. അങ്ങനെ തകർത്താൽ അത് സ്വാഭാവികമാണല്ലോ. രാജ്യത്തിപ്പോൾ അങ്ങനെയാണല്ലോ. അതിനെക്കുറിച്ച് എന്താണ് ഇത്ര പറയാൻ എന്ന അവസ്ഥ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത് വളരെ നിർബന്ധമായും ബ്രേക്ക് ചെയ്യപ്പെടണം. ഇതിനെതിരെ പ്രതികരിക്കാൻ രാജ്യത്തെ മനസാക്ഷിയുള്ള എല്ലാ ആളുകളും സന്നദ്ധമാകണം. ഒരു നീതിയും ന്യായവുമില്ലാത്ത ഒരു രാജ്യത്ത് വർഷിപ്പ് പ്ലേസ് ആക്ട് നിലവിലുണ്ട്. ആ ആക്ട് നിലവിലുണ്ടായിരിക്കും. ഇന്നലെ മഹാരാഷ്ട്രയിൽ ഒരു പള്ളി തകർക്കാൻ വേണ്ടി അവിടെയുള്ള അതോറിറ്റി രംഗത്ത് വന്നു. അവിടുത്തെ മുസ്ലിം വിശ്വാസികൾ രംഗത്ത് വന്നിട്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. യഥാർത്ഥത്തിൽ രംഗത്ത് വരേണ്ടത് മുസ്ലിം വിശ്വാസികൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും, മനസാക്ഷിയുള്ള മനുഷ്യര് രംഗത്ത് വന്ന് എല്ലാവരുടെയും ബാധ്യതയാണ്. എല്ലാ പാർട്ടികളും സംസാരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് CM പ്രകാശൻ. അതിനകത്ത് അത് ഉണ്ടാവുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ഹിന്ദുത്വ ദേശീയത എന്ന് പറയുന്ന സംഗതി രാജ്യത്തെ ആകമാനം വിഴുങ്ങിക്കഴിഞ്ഞാൽ, അതിദേശീയത എന്ന വാദം രാജ്യത്ത് ആകമാനം പ്രചാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ സംസാരിക്കുന്നതിന് ചില്ലറ ഗട്ട്സൊന്നും പോരാ. അപ്പോൾ CPMന് വേണമെങ്കിൽ എന്ത് പൊസിഷനും എടുക്കാം. CPM ഒരു ചുരുങ്ങിയ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ. ഞങ്ങൾക്ക് എന്താ പറയുക, ദേശീയമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് അത്ര എളുപ്പമല്ല എന്ന് കോൺഗ്രസ്സുകാർ പരസ്യമായി അല്ലെങ്കിലും വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യത്തെ ഹിന്ദു സെന്റിമെന്റ്സിനെ കൂടി പരിഗണിക്കേണ്ട കാര്യമുണ്ട്. തരൂരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അത് രാമൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു സെന്റിമെന്റ്സ് ആണ്, അത് പരിഗണിക്കണമെന്ന്. അതിനുള്ള മറുപടി എന്താണ്? പിന്നെ BJPയുടെ പ്രതിനിധി മുസ്ലിം സ്നേഹം ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു നിങ്ങളോട്. ഇതില് രാജ്യ താല്പര്യമാണോ പ്രധാനം, അധികാര കസേരയാണോ പ്രധാനം? ഈ ചോദ്യത്തിന് മുമ്പിലാണ് കോൺഗ്രസ് പതറുന്നത്. ഇപ്പോൾ തരൂർ പ്രസംഗിച്ച കാര്യം നിങ്ങളെല്ലാം കേട്ട് കാണും. ഈ നേരത്തെ ഈ ബാബരി പള്ളി നിന്ന സ്ഥലം ഈ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയാൻ തരൂരിനെ പോലെ കോൺഗ്രസിൻ്റെ പ്രാമാണികരായ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ദുര്യോഗം. പിന്നെ ഇവിടെ ഇപ്പോൾ BJPയുടെ ആൾ പറഞ്ഞു നിങ്ങൾ മുസ്ലിങ്ങളുടെ വക്താക്കൾ, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ സാധാരണ മനുഷ്യൻ്റെ ആകെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഞങ്ങൾ കാണുന്നത് മുസ്ലിങ്ങളും അവരിൽപ്പെട്ടവരാണ്. ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നില്ലേ? പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിമിനെ മുമ്പിൽ നിർത്തിയിട്ട് എല്ലാ വൃത്തികേടുകളും ചെയ്താൽ അത് എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയുക? ഇപ്പോൾ BJPയുടെ അധ്യക്ഷനായിട്ട് ഒരു മുസ്ലിമെ കൊണ്ടുവരുന്നു, എന്നിട്ട് ന്യൂനപക്ഷ വേട്ട നടത്തുന്നു. അത് ശരിയായ ഒരു കാര്യമാണോ? മുസ്തഫർ അഹമ്മദിൻ്റെ ഒക്കെ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അവിടെ ഞങ്ങളെ ഈ മുസ്ലിമിനോടുന്ന നിലപാട് എന്നൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല.